ഹലോ, എല്ലാവർക്കും ഫൈൻഡിങ് ഫാക്ട്സ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് വർക്ക് എനർജി ആൻഡ് പവർ എന്ന് പറയുന്ന പോർഷൻ ആണ്. ഇത് അവിടെ എവിടെയായിട്ട് സിലബസിൽ കിടക്കുന്നതാണ്. എന്നാൽ 11th ടെക്സ്റ്റ് ബുക്കിലുള്ള കാര്യങ്ങൾ പഠിച്ചാൽ തന്നെ ഇതിൽ ഏകദേശം കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും. ഈ വീഡിയോയ്ക്ക് ശേഷം നമ്മൾ ഇക്വേഷൻസിന്റെ ഒരു റിവിഷൻ വീഡിയോ കൂടെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ എല്ലാവരും കാണാം. നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ എന്താണ് വർക്ക്, എന്താണ് പ്രവൃത്തി എന്നുള്ളതാണ് നമ്മൾ ആദ്യം നിർവചിക്കാൻ വേണ്ടി പോകുന്നത്. ബലത്തിന് വിധേയമായി ഒരു വസ്തുവിന് സ്ഥാനാന്തരം ഉണ്ടാകുമ്പോഴാണ് പ്രവൃത്തി ചെയ്യപ്പെടുന്നത്. അതായത് നമ്മൾ ഒരു വസ്തുവിൽ ഒരു ബലം പ്രയോഗിക്കുന്നു, ആ ബലം പ്രയോഗിക്കുന്നതിനനുസരിച്ച് ആ വസ്തു നീങ്ങുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവിടെ ഒരു സ്ഥാനാന്തരം ഉണ്ടായതായിട്ട് പറയാം. ഇവിടെ നമുക്ക് ഈ ചിത്രത്തിൽ കാണുന്ന പോലെ എഫ് ബലത്തിന്റെ സ്വാധീനത്തിൽ ഒരു വസ്തുവിന് ഡി സ്ഥാനാന്തരം ഉണ്ടാകുന്നതായിട്ട് കാണാം. അതായത് എഫ് എന്ന ഫോഴ്സ് തീറ്റ എന്ന ആംഗിളിൽ ഈ ഒരു ചതുരക്കട്ടയുടെ മുകളിൽ പ്രയോഗിക്കുന്ന സമയത്ത് അത് നീങ്ങി പോകുന്നു. ഡി എന്നുള്ള പൊസിഷൻ അത്രയും ദൂരം നീങ്ങി പോകുന്നു. അപ്പൊ അവിടെ അത്രയും സ്ഥാനാന്തരം ഉണ്ടാകുന്നു. അതായത് നമ്മൾ കൊടുക്കുന്ന ബലത്തിനനുസരിച്ച് അവിടെ ഒരു സ്ഥാനാന്തരം ഉണ്ടാകുന്ന സമയത്താണ് നമ്മൾ അവിടെ പ്രവൃത്തി ചെയ്യപ്പെട്ടു എന്ന് പറയുന്നത്. ബലം ചെയ്യുന്ന പ്രവൃത്തി സ്ഥാനാന്തര പരിമാണത്തിന്റെയും സ്ഥാനാന്തര ദിശയിലെ ബലത്തിന്റെ ഘടകത്തിന്റെയും ഗുണനഫലമായി നിർവചിക്കാം. അതാണ് അതിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അതായത് വർക്ക് എന്ന് പറയുന്നത് ഈസ് ഈക്വൽ ടു എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി ആണ്. എഫ് കോസ് തീറ്റ ഇൻറ്റു ഡി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അത് ഡോട്ട് പ്രൊഡക്റ്റ് ആണ്. എഫ് ഡോട്ട് ഡി എന്ന് നമുക്ക് എഴുതാം. അതിന്റെ താഴെ പറയുന്ന കാര്യങ്ങൾ കൂടെ ശ്രദ്ധിക്കണം. സ്ഥാനാന്തരമില്ലാതെ ബലം എത്ര വലുതായാലും പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല. അതുകൊണ്ട് നിങ്ങൾ ദൃഢമായ ഒരു മതിലിൽ തള്ളിയാൽ മതിലിൽ പ്രയോഗിക്കുന്ന ബലം പ്രവൃത്തി ചെയ്യുന്നില്ല. നിങ്ങളുടെ പേശികൾ മാറി മാറി വികസിക്കുകയും സങ്കോചിക്കുകയും ആന്തരിക ഊർജ്ജം ചെലവഴിക്കപ്പെടുകയും നിങ്ങൾ ക്ഷീണിതരാവുകയും ചെയ്തിട്ടും ഇവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല. അതായത് സാധാരണ ഉപയോഗ ഭാഷയിൽ നിന്ന് ശാസ്ത്രത്തിലെ പ്രവൃത്തിയുടെ അർത്ഥം തികച്ചും വ്യത്യസ്തമാണ്. അതായത് നമ്മളിപ്പോൾ വെറുതെ പോയിട്ട് ഇപ്പൊ വർക്കൗട്ട് ചെയ്യാനുള്ള രീതിയിലാണ് നമ്മൾ പ്രവൃത്തിനെ ആ വർക്കൗട്ടും ഈ വർക്കൗട്ടും തമ്മിൽ വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യമാണ് ഇവിടെ പറയുന്നത്. അതായത് നമ്മൾ വെറുതെ പോയിട്ടൊരു ചുമരിൽ തള്ളുന്ന സമയത്ത് നമ്മുടെ ഇന്റേണൽ എനർജി അവിടെ കൊടുക്കുന്നുണ്ട്, അപ്പൊ നമ്മൾ വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. പക്ഷെ ഫിസിക്സിൽ അങ്ങനെയല്ല. നമ്മൾ ആ ചുമരിൽ തള്ളുന്ന സമയത്ത് ചുമരിന് അവിടെ ഒരു സ്ഥാനമാറ്റവും ഇല്ല. അതുകൊണ്ട് അവിടെ എന്ത് ഇല്ല, യഥാർത്ഥത്തിൽ അവിടെ പ്രവൃത്തി ചെയ്യപ്പെടുന്നില്ല എന്നുള്ള കാര്യം കൂടെ ഓർത്തിരിക്കുക. ഇനി ഇങ്ങനെ പ്രവൃത്തി സീറോ ആയിട്ട് വരുന്ന പ്രവൃത്തി ചെയ്യാത്ത സന്ദർഭങ്ങൾക്ക് ഒരു 3 എക്സാമ്പിൾസ് ടെക്സ്റ്റ് ബുക്കിൽ തന്നെ തന്നിട്ടുണ്ട്. മുകളിൽ കണ്ട ഉദാഹരണത്തിലെ പോലെ സ്ഥാനാന്തരം 0 ആണെങ്കിൽ, അതായത് 150 കിലോഗ്രാം മാസം 30 സെക്കൻഡ് തോളിൽ വെക്കുന്ന ഒരു ഭാരദ്വാഹകൻ ഈ സമയം യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അതായത് ഭാരദ്വാഹനം വെയിറ്റ് ലിഫ്റ്റിംഗ് ചെയ്യുന്ന സമയത്ത് അയാൾ തോളിൽ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അയാൾ വേറൊന്നും ചെയ്യുന്നില്ല, അതെടുത്ത് പൊക്കുകയൊന്നും ചെയ്യുന്നില്ല. തോളിൽ വെക്കുന്ന ആൾ എന്ത് ചെയ്യുന്നു, അയാൾക്ക് സ്ഥാനാന്തരം അല്ലെങ്കിൽ ആ വെയിറ്റ്നെസ് സ്ഥാന മാറ്റമൊന്നും സംഭവിക്കുന്നില്ലെങ്കിൽ എന്തില്ല, അവിടെ സ്ഥാനാന്തരമില്ലാത്ത സ്ഥിതിക്ക് അവിടെ പ്രവൃത്തിയില്ല. ഇനി ബലം 0 ആണെങ്കിൽ മിനുസമായ മേശയിലൂടെ തിരശ്ചീനമായി ചലിക്കുന്ന ഒരു ചതുരക്കട്ടയ്ക്ക് യാതൊരു തിരശ്ചീന ബലവും പ്രയോഗിക്കാതെ വലിയ സ്ഥാനാന്തരം ഉണ്ടാകുന്നു, ഘർഷണം ഇല്ലാത്തത് കൊണ്ട്. അതായത് ബലം അവിടെ 0 ആണ്. ബലം 0 ആകുന്ന സമയത്ത് ഒരു നമ്മളിപ്പോ ഒരു മേശയുടെ മുകളില് ഒരു മിനുസമായിട്ടുള്ള മേശയാണെന്ന് വിചാരിക്കുക, അവിടെ ഫ്രിക്ഷൻ ഇല്ല. അവിടെ എന്ത് സംഭവിക്കും, സ്ഥാനാന്തരം ഉണ്ടാവും. പക്ഷെ അതിന്റെ മുകളിൽ വർക്കൊന്നും നമ്മൾ ചെയ്യുന്നില്ല എന്നുള്ള കാര്യം ഓർക്കുക. ഇനി മൂന്നാമത്തെ കേസ് പറയുന്നത് ബലവും സ്ഥാനാന്തരവും പരസ്പരം ലംബമായാൽ, അതായത് നമ്മൾ പറഞ്ഞു ഒരു തീറ്റ ആംഗിളിലാണ് നമ്മൾ ബലം പ്രയോഗിക്കുന്നത്. ആ പ്രയോഗിക്കുന്ന ആംഗിൾ തീറ്റ എന്ന് പറയുന്നത് ലംബമായാൽ π/2 ആയാൽ അപ്പൊ എന്ത് സംഭവിക്കും, കോസ് π/2 എന്ന് പറയുന്നത് എഫ് കോസ് തീറ്റ അല്ലേ. അപ്പൊ കോസ് തീറ്റ π/2 ആയാൽ കോസ് π/2 0 ആവും. അപ്പം മൊത്തം ആ ഇക്വേഷൻ 0 ആയി പോകും. ആ സമയത്ത് എന്ത് സംഭവിക്കും, അവിടെ പ്രവൃത്തി ഉണ്ടാവില്ല. അതിനൊരു എക്സാമ്പിൾ പറഞ്ഞിട്ടുള്ളത് ഒരു തിരശ്ചീന മേശയിലൂടെ ചലിക്കുന്ന ഒരു ചതുരക്കട്ടയിൽ ഗുരുത്വാകർഷണ ബലം mg യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. അതായത് ഒരു ചതുരക്കട്ട ഒരു മേശയിൽ കൂടെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെ ഗുരുത്വാകർഷണ ബലം പ്രവൃത്തി ചെയ്യുന്നില്ല. കാരണം എന്താണ്, അതിന്റെ ആംഗിൾ എന്ന് പറയുന്നത് ലംബമാണ്. അതായത് അവിടെയുള്ള സ്ഥാനാന്തരത്തിന് ലംബമായിട്ടാണ് അവിടെ mg ആക്ട് ചെയ്യുന്നത്. അതുകൊണ്ട് എന്ത് ചെയ്യുന്നില്ല, പ്രവൃത്തിയൊന്നും ചെയ്യുന്നില്ല. സ്ഥാനാന്തരത്തിന് ലംബമായി പ്രവർത്തിക്കുന്നത് കാരണം പ്രവൃത്തി ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഭൂമിക്ക് ചുറ്റുമുള്ള ചന്ദ്രന്റെ ഭ്രമണപഥം കൃത്യമായ വൃത്താകാരമാണെങ്കിൽ ഭൂമിയുടെ ഗുരുത്വാകർഷണ ബലം ചന്ദ്രൻ യാതൊരു പ്രവൃത്തിയും ചെയ്യുന്നില്ല. എന്തുകൊണ്ട്, ചന്ദ്രന്റെ തൽക്ഷണ സ്ഥാനാന്തരം തൊടുവരയിലൂടെയും ഭൂമിയുടെ ബലം ആരത്തിലൂടെ ഉള്ളിലേക്കുമാണ്.
അപ്പൊ സ്ഥാനാന്തരവും ആരവും അല്ലെ, അല്ല തൊടുവരയും ആരവും തമ്മിൽ 90 ഡിഗ്രി ആംഗിൾ ആണ് ഉണ്ടാക്കുന്നത്. അപ്പൊ കോസ് പൈ ബൈ 2 എന്തായി പോകും? 0 ആയി പോകും. അപ്പൊ അവിടെയും ഒരു ബലവും പ്രയോഗിക്കുന്നില്ല. ഇനി പ്രവൃത്തി പോസിറ്റീവും ആകാം നെഗറ്റീവും ആകാം, അതൊരു വെക്ടർ ക്വാണ്ടിറ്റി ആണ്. സീറോയുടെ വില 0 ഡിഗ്രിക്കും 90 ഡിഗ്രിക്കും ഇടയിലായാൽ സമവാക്യം 6.4 ൽ കോസ് തീറ്റ പോസിറ്റീവ് ആണ്. അതായത് സമവാക്യം 6.4 എന്ന് പറയുന്നത് ഇതാണ്. അതായത് ഇവിടെ കോസ് തീറ്റയുടെ വിലയാണ് പറയുന്നത്. തീറ്റയുടെ വില 0യുടെയും 90 ഡിഗ്രിയുടെ ഇടയിലായാൽ, എഫ് കോസ് തീറ്റയുടെ വിലയിൽ തീറ്റയുടെ വില 0ക്കും 90 ഡിഗ്രിക്കും ഇടയിലായാൽ എന്ത് സംഭവിക്കും? കോസ് തീറ്റ പോസിറ്റീവ് ആയിരിക്കും. സോറി, സമവാക്യം അതെ ഇടയിലായാൽ കോസ് തീറ്റ പോസിറ്റീവ് ആണ്. ഇനി 90ക്കും 180, തീറ്റയുടെ വില എന്ന് പറയുന്നത് 90ക്കും 180ക്കും ഇടയിലായാൽ കോസ് തീറ്റ നെഗറ്റീവ് ആവും. പല ഉദാഹരണങ്ങൾ എടുത്തു കഴിഞ്ഞാൽ പല സന്ദർഭങ്ങളിലും ഈ ഫ്രിക്ഷൻ അല്ലെങ്കിൽ ഘർഷണ ബലം സ്ഥാനാന്തരത്തിന് ഒരു ഓപ്പോസ് ചെയ്യുന്ന സന്ദർഭങ്ങളുണ്ട്. അതുകൊണ്ട് തീറ്റ എന്ന് പറയുന്നത് എന്താവും അവിടെ? അതായത് രണ്ടും ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ആക്ട് ചെയ്യുന്ന സന്ദർഭങ്ങളിൽ തീറ്റ 180 ആവും. അപ്പൊ 180 ആവുന്ന സമയത്ത് അവിടെ ഫ്രിക്ഷൻ ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കും. അതായത് തീറ്റയ്ക്കും 180 ഡിഗ്രിക്കും ഇടയിലായ, സോറി 90ക്കും 180 ഡിഗ്രിയിലും ഇടയിൽ തീറ്റ വന്നു കഴിഞ്ഞാൽ അവിടെ പ്രവൃത്തി നെഗറ്റീവ് ആയിരിക്കും. ഇനി ഡയമെൻഷൻസിന്റെ കാര്യം, ഡയമെൻഷൻ നമ്മൾ വേറെ തന്നെ പഠിക്കും. പ്രവൃത്തിക്കും ഊർജ്ജത്തിനും സെയിം ഡയമെൻഷൻ ആണ്, ml² T⁻⁻² എന്നുള്ള ഇക്വേഷൻ ആണെന്ന് പഠിച്ചിരിക്കുക. പിന്നെ ജൂൾ ആണ് ഇതിന്റെ യൂണിറ്റ് എന്ന് പറയുന്നത്. ജെയിംസ് പ്രെസ്കോട്ട് ജൂളിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു യൂണിറ്റ് നൽകിയിട്ടുള്ളത്. ഇനി നമ്മൾ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് എനർജീസ് പറ്റി പറയുന്നുണ്ട്. ആദ്യം നമ്മൾ പ്രവൃത്തിനെ പറ്റി പറഞ്ഞു, ഇനി ഡിഫറെന്റ് ടൈപ്സ് ഓഫ് എനർജീനെ പറ്റിയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ അതിൽ ആദ്യത്തേത് ഗതികോർജ്ജമാണ്. ഗതികോർജ്ജം എന്ന് പറയുന്നത് എന്തുകൊണ്ടാണ് നമ്മളിപ്പം എനർജി പറയാൻ കാരണം? പ്രവൃത്തിയുടെ സെയിം ഡയമെൻഷൻ ആണ് എനർജിക്ക് ഉള്ളതെന്ന് പറഞ്ഞില്ലേ. പിന്നെ നമുക്ക് എനർജിയിലേക്ക് കടക്കാം. ഫസ്റ്റ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ഗതികോർജ്ജം അല്ലെങ്കിൽ കൈനറ്റിക് എനർജി ആണ്. കൈനറ്റിക് എനർജിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് 12mv² ആണ്. ഈ കൈനറ്റിക് എനർജി ഒരു അദിശ അളവാണ്, അതായത് ഒരു സ്കെലാർ ക്വാണ്ടിറ്റി ആണ്. ഒരു വസ്തുവിന് ചെയ്യാൻ കഴിയുന്ന പ്രവൃത്തിയുടെ അളവാണ് ഒരു വസ്തുവിന്റെ ഗതികോർജ്ജം. അതായത് ചലിക്കുന്ന വസ്തുക്കൾക്ക് ഉണ്ടാകുന്ന ഊർജ്ജമാണ് ഗതികോർജ്ജം എന്ന് പറയുന്നത്. അതായത് കാറ്റിന്റെ ഗതികോർജ്ജം കപ്പലുകളുടെ സഞ്ചാരത്തിന് ഉപയോഗിക്കുന്നു. അതൊക്കെ ഗതികോർജ്ജവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അറിവുകളാണ്. ഇനി സ്ഥിതികോർജ്ജം, രണ്ടാമത്തെ ഊർജ്ജമാണ് നമ്മൾക്ക് പഠിക്കാനുള്ളത്, സ്ഥിതികോർജ്ജം. ഒരു വസ്തുവിന്റെ ഗുരുത്വാകർഷണ സ്ഥിതികോർജ്ജം ഉയരം h-ന്റെ ഫലമായിട്ട് V of h എന്ന് സൂചിപ്പിക്കും. അപ്പൊ V of h എന്ന് പറയുന്നത് mgh ആണ്. ആ രണ്ട് ഇക്വേഷൻസ് ഓർത്ത് തന്നാൽ മതി. അതിൽ വേറെ കൂടുതലായിട്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് പഠിക്കാനില്ല. ഒരു വസ്തുവിന്റെ പൊസിഷൻ കാരണം ഉണ്ടാകുന്ന ഊർജ്ജമാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത് എന്നുള്ള കാര്യം ഓർത്താൽ മതി. അതേപോലെ വലിച്ചു നീട്ടിയ വില്ലിന്റെ ചരടിലൊക്കെ ഉണ്ടാകുന്നത് സ്ഥിതികോർജ്ജമാണ്. സ്റ്റോർ ചെയ്യപ്പെടുന്ന എനർജിയാണ് സ്ഥിതികോർജ്ജം എന്ന് പറയുന്നത്. ഇനി നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് വർക്ക് ഡൺ ബൈ എ വേരിയബിൾ ഫോഴ്സ് ആണ്. എന്താണ് വേരിയബിൾ ഫോഴ്സ്? അതാണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സംരക്ഷിത വേരിയബിൾ ഫോഴ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത്. അപ്പൊ ഇവിടെ നോക്കാം, നമ്മളൊരു ടോയ് വാഗൺ നമ്മൾ വലിച്ചുകൊണ്ട് പോവുകയാണെന്ന് വിചാരിക്കാം. അതിൽ ഫുള്ള് ടോയ്സ് ഉണ്ട്. അത് നമ്മുടെ ബാക്ക് യാർഡിലേക്ക് വലിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് ചില സമയത്ത് ആ ഗ്രൗണ്ട് സ്മൂത്ത് ആയിരിക്കും, അതിൽ ഹാർഡായിട്ടുള്ള സംഭവങ്ങളൊന്നും ഉണ്ടാവില്ല, ഈസി ആയിരിക്കും. പക്ഷെ ചില സമയത്ത് അത് ഭയങ്കര ഹാർഡായിരിക്കും, കല്ലും മുള്ളും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ചേഞ്ച് ചെയ്യും. അപ്പം നമ്മൾ കൊടുക്കുന്ന ഫോഴ്സ് ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ അങ്ങനെയുള്ള ഫോഴ്സിനെയാണ് നമ്മൾ വേരിയബിൾ ഫോഴ്സ് എന്ന് പറയുന്നത്. അതായത് if your force keeps changing while you move the wagon, we can just use one number to calculate the work അല്ലേ. അതായത് നമുക്കറിയാം, നമ്മൾ നേരത്തെ കണ്ടു F cos theta into D ആണ്. FD cos theta ആണ് വർക്കിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ യൂസ് ചെയ്യുന്ന ഫോഴ്സ് ഡിഫറെന്റ് ഫോഴ്സ് ഇങ്ങനെ മാറി മാറി കളിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു നമ്പർ വെച്ചിട്ട് അവിടെ
ഉള്ള വർക്ക് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടി പറ്റില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ പാത്തിനെ കുറച്ച് ലിറ്റിൽ പീസസ് ആയിട്ട് നമ്മൾ മുറിക്കും. എന്നിട്ട് എത്ര വർക്കാണ് അവിടെ ചെയ്യേണ്ടതെന്ന് നോക്കിയിട്ട് നമ്മൾ അതിനെ എല്ലാത്തിനെയും കൂടെ കൂട്ടും. അതായത് നമ്മൾ നേരെയാണ്, അതായത് ഒരു ഫോഴ്സ് മാത്രമാണ് കൊടുക്കുന്നതെങ്കിൽ നമുക്ക് എഫ് ഡി കോസ് തീറ്റ ചെയ്യാൻ പറ്റും. പക്ഷെ ഇവിടെ ഫോഴ്സ് മാറി മാറി കളിക്കുന്നത് കൊണ്ട് നമ്മൾ ഓരോ സ്റ്റെപ്പിലെയും ഫോഴ്സ് കണ്ടുപിടിച്ചതിന് ശേഷം അത് ആ ഫോഴ്സ് കാരണം ഉണ്ടായ സ്ഥാനാന്തരത്തിനോട് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം കൂടെ കൂട്ടിയിട്ട് അവസാനമാണ് വർക്ക് കണ്ടുപിടിക്കുക. അതാണ് നമ്മൾ ഫോഴ്സ് വേരിയബിൾ ആണ് എന്ന് പറയുന്നത്. ഇനി അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്. ഇപ്പം ഡി കെ ബൈ ഡി ടി, അതായത് ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എം വി സ്ക്വയർ, ഗതികോർജ വ്യതിയാനത്തിന്റെ നിരക്ക്. വേരിയബിൾ ഫോഴ്സിന്റെ കാര്യമാണ് പറയുന്നത് ഇവിടെ. അപ്പോൾ ഡി കെ ബൈ ഡി ടി, ഡി ബൈ ഡി ടി ഓഫ് ഹാഫ് എം വി സ്ക്വയർ നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. കെനെ നമുക്ക് ഹാഫ് എം വി സ്ക്വയർ എന്ന് എഴുതാൻ വേണ്ടി പറ്റും. ഇനി ഹാഫ് എം വി സ്ക്വയറിൽ 1/2 നമുക്ക് പുറത്തോട്ട് എടുക്കാം. പിന്നെ എം വി സ്ക്വയറിൽ എം കോൺസ്റ്റന്റ് ആണ്, അതിനെ നമ്മൾ പുറത്തോട്ട് എടുത്തു. പിന്നെ വി സ്ക്വയറിനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് 2v എന്ന് കിട്ടും, ഇൻറ്റു ഡി വി ബൈ ഡി ടി എന്ന് എഴുതണം. അപ്പോൾ ആ സമയത്ത് നമുക്ക് കിട്ടുന്നത് എന്താണ്, 2ഉം 2ഉം ക്യാൻസൽ ആയിപ്പോൾ, പിന്നെ എം ഇൻറ്റു ഡി വി ബൈ ഡി ടി ഇൻറ്റു വി എന്നാണ് കിട്ടുക. അപ്പോൾ ഡി വി ബൈ ഡി ടി എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ, അപ്പോൾ എം എ ഇൻറ്റു വി എന്നാണ് ഇവിടെ കിട്ടുന്നത്. അപ്പോൾ എം എ എന്ന് പറഞ്ഞ ഫോഴ്സ് ആണ്, എഫ് ഇൻറ്റു വി നമുക്ക് അവിടെ കിട്ടും. ഇനി വി എന്ന് പറയുന്നത് നമ്മൾ വീണ്ടും എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. അപ്പം എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. അപ്പോൾ ഡി കെ ബൈ ഡി ടി ഈസ് ഈക്വൽ ടു എഫ് ഇൻറ്റു ഡി എക്സ് ബൈ ഡി ടി എന്ന് എഴുതി. അവിടെ ഡി ടിയും ഡി ടിയും ക്യാൻസൽ ആയിട്ടുണ്ടെങ്കിൽ ഡി കെ ഈസ് ഈക്വൽ ടു എഫ് ഡി എക്സ് എന്ന് എഴുതാൻ വേണ്ടി പറ്റും. അപ്പോൾ അതായത് വേരിയബിൾ ഫോഴ്സിൽ എങ്ങനെയാണ് വർക്ക് ഡൺ കാൽക്കുലേറ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ കാണിക്കുന്നത്. അപ്പം ആദ്യ സ്ഥാനം x1 മുതൽ അന്ത്യസ്ഥാനം xi മുതൽ അന്ത്യസ്ഥാനം xf മുതൽ വരെ ഇതിനെ എന്ത് ചെയ്യുക, ഇന്റഗ്രേറ്റ് ചെയ്യുക. സമാകലനം എന്നാണ് ഇന്റഗ്രേഷന് മലയാളത്തിൽ പറയുന്നത്. അപ്പോൾ ഇന്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ k1 to k initial to k final dk is equal to ഇന്റഗ്രൽ x initial to x final f dx എന്ന് ചെയ്യും. നമുക്ക് കിട്ടുന്നത് k final minus k initial is equal to f dx എന്ന് കിട്ടും. അപ്പം അതിൽ നിന്ന് നമുക്ക് k final minus k initial is equal to work done എന്നുള്ള ഒരു ഇക്വേഷൻ കിട്ടും. അതായത് പ്രവൃത്തിയും ഊർജവും അവിടെ സെയിം ആണ്, അവിടെ വേരിയബിൾ, അതായത് കൈനറ്റിക് എനർജിയുടെ വ്യതിയാനമാണ് അവിടെ ചെയ്യപ്പെടുന്ന വർക്ക് എന്നുള്ളൊരു സംഭവം നമുക്ക് അതിൽ നിന്ന് കിട്ടും. ഇതാണ് പ്രവൃത്തി ഊർജ നിയമം എന്ന് പറയുന്നത്. ഇനി നമുക്ക് കൺസർവേറ്റീവ് ഫോഴ്സ് എന്താണെന്ന് നോക്കണം, അതായത് സംരക്ഷിത ബലം. സംരക്ഷിത ബലം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് these are forces where it doesn't matter which path you take, the work done only depends on the starting and ending points. നമ്മൾ ഏത് പാത്തിൽ കൂടിയാണ്, ഏത് പാതയിൽ കൂടിയാണ് പോയതെന്ന് ആ ഫോഴ്സസ് കണക്കിലെടുക്കില്ല. പക്ഷെ നമ്മുടെ എൻഡ് പോയിന്റിനെ മാത്രം ആണ് അത് ഡിപ്പെൻഡ് ചെയ്യുന്നത്. അതായത് അവിടെ ഉണ്ടാവുന്ന പ്രവൃത്തിയോ അല്ലെങ്കിൽ കൈനറ്റിക് എനർജിയോ അവിടെ നമ്മൾ മൂവ് ചെയ്ത പാത്തിനെയോ അല്ലെങ്കിൽ അവിടെ ഉണ്ടാവുന്ന വെലോസിറ്റിനെയോ ഒന്നും ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. അത് എൻഡ് പോയിന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നതെങ്കിൽ അത് കൺസർവേറ്റീവ് ഫോഴ്സ് ആയിരിക്കും. അതിൻ്റെ ഒരു എക്സാമ്പിൾ ആണ് ഗ്രാവിറ്റി എന്ന് പറയുന്നത്. ഇത് നമ്മൾ ഒരു കുറച്ചുകൂടെ മനസ്സിലാവുന്ന രീതിയിൽ പറയാനാണെങ്കിൽ, നമ്മൾ ഒരു മല കയറുകയാണ്, നമ്മളൊരു ഹൈക്കിന് പോകുന്ന സമയത്ത് നമ്മളെ ഹൈക്ക് പല വഴി കൂടിയാണ് പോകുക, അല്ലെങ്കിൽ സിക്സാക് മോഷനിലൊക്കെ പോയേക്കാം. പക്ഷെ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു ഫോഴ്സ് കൺസിഡർ ചെയ്യുന്നത് നമ്മൾ എത്ര ഹൈറ്റിലാണെന്ന് മാത്രമാണ്. നമ്മൾ ഏത് പാത്തിലൂടെയാണ് പോയതെന്ന് കൺസിഡർ ചെയ്യില്ല. അപ്പോൾ ഓരോ ഹൈറ്റിനനുസരിച്ചാണ് ഗ്രാവിറ്റി മാറുക. ഓൺലി കെയർസ് അബൌട്ട് ഹൗ ഹൈറ്റ് യു വെന്റ് എന്നുള്ള കാര്യം മാത്രം. അപ്പോൾ എൻഡ് പോയിന്റിനെ മാത്രമാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് ഗ്രാവിറ്റി. അതുപോലെ കൺസർവേറ്റീവ് ഫോഴ്സസ് വരുന്നത്. ഈ നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്ന് പറഞ്ഞാൽ ഈ പാത്തിനെയും ഡിപ്പെൻഡ് ചെയ്യും എന്നുള്ളതാണ്. നമ്മൾ ഫോളോ ചെയ്ത പാതയെയും അത് ഡിപ്പെൻഡ് ചെയ്യും, നോൺ കൺസർവേറ്റീവ് ഫോഴ്സസ് എന്ന് പറയുന്നത്. അപ്പോൾ അതിന് എക്സാമ്പിൾ ഫ്രിക്ഷൻ ആണ്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഒരു സ്നോയിൽ കൂടെ നമ്മൾ ഒരു സ്ലെഡ് ഇങ്ങനെ ഡ്രാഗ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ കുറേ ദൂരം പോയി കഴിയുമ്പം നമ്മുടെ സ്ലെഡ് സ്ലോ ആവാൻ വേണ്ടി തുടങ്ങും. അതിന്റെ കാരണം എന്താ, അവിടെ ഫ്രിക്ഷൻ അനുഭവപ്പെടുന്നുണ്ട് അല്ലേ. അപ്പം നമ്മൾ പോകുന്ന പാതയുടെ ഫ്രിക്ഷൻ അനുസരിച്ച് അവിടെ ഉണ്ടാവുന്ന
ഫോഴ്സിന് ഡിഫറെൻറ്റ് ഫോഴ്സ് ആയിരിക്കും അവിടെ ഉണ്ടാവുക. അതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മുടെ പാത്തിനനുസരിച്ച് അത് ചേഞ്ച് ചെയ്യും. അതായത് അവിടെ ഉണ്ടാവുന്ന എനർജി എന്ന് പറയുന്നത് ഹീറ്റ് ആയിട്ട് ട്രാൻസ്ഫർ ആവും. എന്നിട്ട് അവിടെ നമുക്കൊരു എനർജി ലോസ് സംഭവിക്കും. ആ പോയ എനർജി നമുക്ക് പിന്നെ കിട്ടുകയില്ല. അതാണ് നോൺ കൺസർവേറ്റീവ് ഫോഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ മെക്കാനിക്കൽ എനർജി എന്താണെന്ന് നോക്കാം. മെക്കാനിക്കൽ എനർജി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ടോട്ടൽ എനർജി, ഒരു വസ്തുവിനുണ്ടാകുന്ന ടോട്ടൽ എനർജി, അത് മെയിൻലി നമ്മൾ പൊട്ടൻഷ്യൽ എനർജിയുടെയും കൈനറ്റിക് എനർജിയുടെയും ടേംസിലാണ് പറയുന്നത്. പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു വസ്തുവിൽ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന എനർജിയാണ്. അതായത് നമ്മളിപ്പോൾ എന്തെങ്കിലും ലിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ സ്റ്റോർ ചെയ്യുന്ന എനർജിയാണ് MgH, നമ്മൾ നേരത്തെ കണ്ടു. ഇനി കൈനറ്റിക് എനർജി എന്ന് പറഞ്ഞാൽ മൂവ് ചെയ്യുന്നത് കൊണ്ട്, ചലിക്കുന്നത് കൊണ്ട് ഉണ്ടാകുന്ന എനർജിയാണ്. അതൊരു കൂടുതൽ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് കൂടുതൽ കൈനറ്റിക് എനർജി ഉണ്ടാവും. അപ്പോൾ മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് നമ്മൾ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് കണക്കിലെടുക്കാം. ഇനി എന്താണ് കൺസർവേഷൻ എന്ന് പറയുന്നത്? Energy can change from one form to another, but the total amount stays the same if no energy is lost to things like friction. അതായത് ഒരു വ്യൂഹത്തിൽ പ്രവൃത്തി ചെയ്യുന്ന ബലം സംരക്ഷിതമാണെങ്കിൽ അതിലെ ആകെ യാന്ത്രികോർജം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ്. അതായത് കൈനറ്റിക് എനർജിന്റെയും പൊട്ടൻഷ്യൽ എനർജിന്റെയും സം എന്ന് പറയുന്നത്, തുക എന്ന് പറയുന്നത് സ്ഥിരമായിരിക്കും. നമ്മൾ നേരത്തെ കണ്ടു, കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് എപ്പോഴും സ്ഥിരമായിരിക്കും. അതായത് അവിടെ കൺസർവേറ്റീവ് ആണ്. ഫ്രിക്ഷൻ ഒന്നും ഇല്ലെങ്കിൽ ഗ്രാവിറ്റി പോലെയുള്ള സംഭവങ്ങളാണ് അവിടെ ചെയ്യുന്ന പ്രവൃത്തിയുടെ ബലം ഉണ്ടാക്കുന്നതെങ്കിൽ അവിടെയുള്ള ആകെ പൊട്ടൻഷ്യൽ എനർജി പ്ലസ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് കൺസേർവ്ഡ് ആയിരിക്കും എന്നുള്ളതാണ്. അപ്പം നമ്മളൊരു റോളർ കോസ്റ്ററിന്റെ കേസ് മനസ്സിൽ വിചാരിക്കുക. അപ്പോൾ അവിടെ അനുഭവപ്പെടുന്ന ബലം എന്ന് പറയുന്നത് നമുക്കറിയാം, ഗ്രാവിറ്റിയാണ് ഫോഴ്സ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഹിൽ യു ആർ ബെയർലി മൂവിങ്, നമ്മൾ മൂവ് ചെയ്യുന്നില്ല. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്യപ്പെട്ടിരിക്കുന്ന എനർജിയാണ് ഉണ്ടാവുക, പൊട്ടൻഷ്യൽ എനർജിയാണ് ഉണ്ടാവുക. കൈനറ്റിക് എനർജി ഉണ്ടാവില്ലേ. നമ്മൾ താഴോട്ട് വരുന്ന സമയത്ത് കൈനറ്റിക് എനർജി എന്ത് ചെയ്യാൻ തുടങ്ങും? പെട്ടെന്ന് കൂടാൻ വേണ്ടി തുടങ്ങും. അങ്ങനെ മൂവ് ചെയ്യുന്ന സമയത്ത് കൈനറ്റിക് എനർജി കൂടി വരും. താഴെ എത്തുമ്പോൾ ഏറ്റവും കൂടുതൽ കൈനറ്റിക് എനർജി ആവും, പൊട്ടൻഷ്യൽ എനർജി ഏറ്റവും ലോ ആവും. അപ്പോൾ അവിടെ ഫ്രിക്ഷൻ ഒന്നും ഇല്ല, എയർ റെസിസ്റ്റൻസ് ഒന്നും ഇല്ല എങ്കിൽ ടോട്ടൽ എനർജി എപ്പോഴും സെയിം ആയിരിക്കും. അതാണ് കൺസർവേഷൻ ഓഫ് മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് പറയാം, മെക്കാനിക്കൽ എനർജി എന്ന് പറയുന്നത് കൈനറ്റിക് എനർജി പ്ലസ് പൊട്ടൻഷ്യൽ എനർജി ആണ്. 12 mv² പ്ലസ് MgH ആണ്. അപ്പോൾ ഈ 12 mv² പ്ലസ് MgH എന്ന് പറയുന്നത് അറ്റ് എനി പോയിന്റ് അത് കോൺസ്റ്റന്റ് ആയിരിക്കും എന്നുള്ളതാണ്. ഒന്ന് കുറയുമ്പോൾ ഒന്ന് കൂടും എന്നല്ലാതെ അതിന് വ്യത്യാസമൊന്നും ഉണ്ടാകുന്നില്ല. അതിന്റെ സം എന്ന് പറയുന്നത് ഒരു കോൺസ്റ്റന്റ് ആയിരിക്കും. അതിന്റെ ഒരു ഗ്രാഫ്, അതായത് ഈ കൺസർവേഷൻ വരുന്നതാണ്. അതായത് ഹുക്സ് ലോ എന്ന് പറയുന്ന ഒരു സംഗതി ഇതാണ്. അതായത് ഹുക്സ് ലോ അനുസരിക്കുന്ന ഒരു സ്പ്രിങ്ങുമായി ഘടിപ്പിച്ചിരിക്കുന്ന ചതുരക്കട്ടയുടെ സ്ഥിതികോർജം വിയുടെയും ഗതികോർജം കെയുടെയും പരാബോള ആകൃതിയിലുള്ള ഗ്രാഫുകൾ. ഇവ പരസ്പരം പൂരകങ്ങളാണ്. ഒന്ന് കുറയുന്നതിനനുസരിച്ച് മറ്റേത് കൂടുന്നു. ആകെ ആന്തരികോർജം സ്ഥിരമായിരിക്കും എന്നുള്ള കാര്യം നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെ. സ്പ്രിങ്ങിന്റെ കേസാണ് ഇവിടെ എടുത്തിരിക്കുന്നത്, സ്പ്രിങ്ങുമായി ഘടിപ്പിച്ചിരിക്കുന്ന ഒരു ചതുരക്കട്ടയുടെ കേസ്. ഈ വ്യത്യസ്ത തരം മറ്റു ഊർജങ്ങളെ പറ്റിയാണ് പറയുന്നത്. താപോർജത്തിൽ ഘർഷണ ബലം ഒരു കൺസർവേറ്റീവ് ഫോഴ്സ് അല്ല, എന്നാലും ഘർഷണ ബലവുമായി ബന്ധപ്പെട്ടും പ്രവൃത്തിയുണ്ട്. ഉദാഹരണം, ഒരു പരുക്കൻ തിരശ്ചീന പ്രതലത്തിൽ കൂടി v0 വേഗത്തിൽ നീങ്ങുന്ന m മാത്രമുള്ള ഒരു ചതുരക്കട്ടയുടെ വേഗം xa ദൂരം കഴിയുമ്പോൾ 0 മാറുന്നു. xa ദൂരം ഗതിക ഘർഷണ ബലം ചെയ്യുന്ന പ്രവൃത്തി -fxa ആണ്. പ്രവൃത്തി ഊർജ സിദ്ധാന്തം അനുസരിച്ച് mva²/2 = fxa. അതായത് 12 mv² = fx ആണ്. നമ്മുടെ താല്പര്യം ബലതന്ത്രത്തിൽ മാത്രമായി പരിമിതപ്പെടുത്തിയാൽ ഘർഷണ ബലം കാരണമായി ചതുരക്കട്ടയുടെ ഗതികോർജം നഷ്ടപ്പെടുന്നുവെന്ന് പറയാം. ഗതികോർജം എന്താണ്, അല്ല താപോർജം എന്താണ് എന്നുള്ള കാര്യമാണ് അവിടെ പറയുന്നത്. അവിടെ ഘർഷണം കാരണം, ഫ്രിക്ഷൻ കാരണം അവിടെ എനർജി ഹീറ്റ് ആയിട്ട് പോകുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ്. രാസോർജം അതുപോലെ തീ കത്തിക്കാനും നിയന്ത്രിക്കാനുമുള്ള കണ്ടുപിടുത്തം മാനവരാശിയുടെ ഏറ്റവും വലിയ സാങ്കേതിക നേട്ടങ്ങളിൽ ഒന്നാണ്. തമ്മിലരസുമ്പോൾ തീ ഉണ്ടാവുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ, തീപ്പെട്ടിക്കൊള്ളിയിൽ നിന്ന് പുറത്തു വരുന്ന സംഗതി. അവിടെ രാസോർജം പ്രകാശോർജം താപോർജമായിട്ട് മാറുകയാണ്.
തീപ്പെട്ടിന്റെ കേസിൽ. അപ്പോൾ ഇത്തരത്തിൽ അഭികാരകങ്ങളുടെ എനർജി, അതായത് അഭികാരകങ്ങളുടെ എനർജി ഉൽപ്പന്നങ്ങൾ ഒരു റിയാക്ഷനിൽ അഭികാരങ്ങളുടെ എനർജി ഉൽപ്പന്നങ്ങളുടെ എനർജിയേക്കാൾ കൂടുതലാണെങ്കിൽ അവിടെ നടക്കുന്നത് താപമോചക പ്രവർത്തനങ്ങളും, നേരെ തിരിച്ച ഉൽപ്പന്നങ്ങളുടെ എനർജി അഭികാരകങ്ങളുടെ എനർജിനെക്കാട്ടിൽ കൂടുതൽ ആണെങ്കിൽ അവിടെ നടക്കുന്നത് താപ ശോഷക പ്രവർത്തനം താപ ആഗിരണ പ്രവർത്തനങ്ങൾ. താപശോഷക പ്രവർത്തനങ്ങൾ, താപ ആഗിരണം ചെയ്യുന്ന സമയത്ത് താപശോഷക പ്രവർത്തനം എന്നാ പറയുക. താപശോഷക പ്രവർത്തനങ്ങളും ആയിരിക്കും എന്നുള്ള കാര്യം ഓർത്തിരിക്കാം. അതുപോലെ വൈദ്യുതോർജ്ജത്തിന്റെ കാര്യം പറയുന്നുണ്ട്. ബൾബ് കത്തുന്നത്, ഫാൻ കറങ്ങുന്നത്, അതിനുള്ള എക്സാമ്പിൾസ് ഒന്ന് ജസ്റ്റ് നോക്കി നിന്നാൽ മതി. ഇനി മാസ് ഊർജ്ജ സമത്വ തത്വം, അത് നമ്മുടെ ഐൻസ്റ്റീന്റെ ഇക്വേഷൻ ആണ്, E=mc². അതായത് അതിൽ സി എന്ന് പറയുന്നത് വെലോസിറ്റി ഓഫ് ലൈറ്റ്, പ്രകാശത്തിന്റെ ശൂന്യതയിലെ വേഗമാണ്. അത് 3 × 10⁸ m/s ആണ്. ഇ എന്ന് പറയുന്നത് 9.10⁻16 ജൂൾ ആണ്. അതേപോലെ ഇനി പറയുന്ന ന്യൂക്ലിയർ ഊർജ്ജമാണ്. മനുഷ്യനിർമ്മിതമായ ഏറ്റവും കൂടുതൽ നശീകരണ ശേഷിയുള്ള ആയുധങ്ങളായ ഫ്യൂഷൻ ബോംബുകൾ മാസ് ഊർജ്ജ തുല്യതയുടെ ആവിഷ്കാരങ്ങളാണ്. E=mc² എന്ന് പറയുന്ന ഇക്വേഷന്റെ ആവിഷ്കാരങ്ങളാണ്. അതായത് ഒരു വശത്ത് ജീവിതം പരിപോഷിപ്പിക്കുന്ന സൗരോർജ്ജ ഉൽപാദനത്തിന്റെ വിശദീകരണത്തിന് അടിസ്ഥാനവും ഇതേ സമവാക്യം തന്നെയാണ്. സൗരോർജ്ജ ഉൽപാദനം, അതായത് ന്യൂക്ലിയർ, എങ്ങനെയാണ് ന്യൂക്ലിയർ ഫ്യൂഷൻ നടക്കുന്നത് എന്നുള്ളതിന്റെ ഒരു എക്സ്പ്ലനേഷനും ഈ ഒരു ഇക്വേഷൻ തന്നെയാണ് തരുന്നത്. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. E=mc² വെച്ചിട്ടാണ് നമ്മുടെ ന്യൂക്ലിയർ റിയാക്ഷൻസ്, ആറ്റം ബോംബ്, ഹൈഡ്രജൻ ബോംബ് പോലുള്ള കാര്യങ്ങൾ നടക്കുന്നത്. അതും നമ്മൾ ഓർത്തിരിക്കേണ്ടതാണ്. മാസ് ഡിഫക്റ്റിനെ പറ്റി പറയുന്നത് നമ്മൾ ന്യൂക്ലിയർ കെമിസ്ട്രിയിൽ കൂടുതൽ പഠിക്കും. മാസ് ഡിഫക്റ്റ് എന്ന് പറയുന്ന സംഭവം, ഒരു Δm ഉണ്ട്. ഇവിടെയാണ് mc² എന്ന ഊർജ്ജത്തിന്റെ ഉറവിടം. അത് നമ്മൾ പഠിക്കും ഡീറ്റെയിൽ ആയിട്ട്. ഇനി ഊർജ്ജ സംരക്ഷണ തത്വം, ദ പ്രിൻസിപ്പിൾ ഓഫ് കൺസർവേഷൻ ഓഫ് എനർജി. ഒരു വ്യൂഹത്തിലെ പ്രവൃത്തിക്ക് കാരണമായ ബലങ്ങൾ സംരക്ഷിത ബലങ്ങളാണെങ്കിൽ ആ വ്യൂഹത്തിന്റെ ആകെ യാന്ത്രികോർജ്ജം സംരക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്ന് നമ്മൾ കണ്ടു. ഉൾപ്പെട്ടിരിക്കുന്ന ബലങ്ങളിൽ ചിലത് അസംരക്ഷിത ബലങ്ങളാണെങ്കിൽ യാന്ത്രികോർജ്ജത്തിന്റെ കുറച്ച് ഭാഗം താപം, പ്രകാശം, ശബ്ദം എന്നീ രൂപങ്ങളിലേക്ക് മാറ്റം ചെയ്യപ്പെടുന്നു. എന്നിരുന്നാലും എല്ലാ ഊർജ്ജ രൂപങ്ങളെയും കണക്കിലെടുത്താൽ ഒരു ഒറ്റപ്പെട്ട വ്യൂഹത്തിന്റെ ആകെ ഊർജ്ജത്തിന് മാറ്റം ഉണ്ടാകുന്നില്ലെന്ന് കാണാം. ഊർജ്ജത്തെ ഒരു രൂപത്തിൽ നിന്നും മറ്റൊരു രൂപത്തിലേക്ക് മാറ്റം വരുത്താൻ കഴിയും. എന്നാൽ ഒറ്റപ്പെട്ട വ്യൂഹത്തിന്റെ ആകെ ഊർജ്ജം സ്ഥിരമായിരിക്കും. ഊർജ്ജത്തെ നിർമ്മിക്കാനോ നശിപ്പിക്കാനോ സാധ്യമല്ല. ഇനി നമുക്ക് പഠിക്കാനുള്ളത് പവർ എന്ന് പറയുന്ന കോൺസെപ്റ്റ് ആണ്. ഒരു വസ്തുവിൽ ചെയ്യപ്പെടുന്ന പ്രവൃത്തി മാത്രമല്ല, ഏത് നിരക്കിലാണ് ആ പ്രവൃത്തി ചെയ്യപ്പെടുന്നത് എന്നുള്ളതും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഈ നിരക്കാണ്, അതായത് പ്രവൃത്തി ചെയ്യുന്ന നിരക്കിനെയാണ് നമ്മൾ ഊർജ്ജം കൈമാറ്റപ്പെടുന്ന നിരക്കിനെയാണ് പവർ എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പവറിന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് W/T ആണ്. സമയ ഇടവേള 0 അടുക്കുമ്പോഴുള്ള ശരാശരി മൂല്യത്തെ പവറിന്റെ തൽക്ഷണ മൂല്യമായിട്ട് നിർവചിക്കാം. അതായത് ഇൻസ്റ്റന്റേനിയസ് മൂല്യം, അതായത് P=dW/dt എന്ന് നമുക്ക് എഴുതാം. ഇനി dW നമുക്ക് എങ്ങനെ എഴുതാം? F എന്ന ബലം dr എന്ന സ്ഥാനാന്തരം ഉണ്ടാക്കുന്നതിന് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് dW=F.dr ആണ്. അതിനാൽ തൽക്ഷണ പവർ എന്ന് പറയുന്നത് P=F.dr/dt എന്ന് എഴുതാം. അതായത് അവിടെയുള്ള വർക്കിന്റെ dt എന്ന് എഴുതി കഴിഞ്ഞാൽ F.v എന്ന് നമുക്ക് എഴുതാൻ വേണ്ടി പറ്റും. പവറിനെ നമുക്ക് F.v എന്ന് എഴുതാൻ വേണ്ടി പറ്റും എന്നുള്ള കാര്യം ഓർത്താൽ മതി. ഇനി പ്രവൃത്തി, ഊർജ്ജം എന്നിവ പോലെ ഒരു അദിശ അളവാണ് പവർ. അതിന്റെ ഡയമെൻഷൻ എന്ന് പറയുന്നത് ml²T⁻³ ആണ്. അതേപോലെ യൂണിറ്റ് വാട്ട് ആണ്. വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ സെക്കൻഡ് ആണ്. അതെ, വാട്ട് എന്ന് പറഞ്ഞാൽ ജൂൾ സെക്കൻഡ് ഇൻവേഴ്സ് ആണ്. അതായത് 18ാം നൂറ്റാണ്ടിൽ ആവിയന്ത്രം കണ്ടുപിടിച്ച ജെയിംസ് വാട്ടിന്റെ പേരിലാണ് ഈ യൂണിറ്റ് അറിയപ്പെടുന്നത്. അതേപോലെ പവറിന് വേറൊരു യൂണിറ്റ് കൂടെ ഉണ്ട്. അത് കുതിരശക്തി, ഹോഴ്സ് പവർ ആണ്. 746 watt ആണ് 1 ഹോഴ്സ് പവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓട്ടോമൊബൈൽസ്, അതുപോലെ മോട്ടോർ ബൈക്സ്, അതിൻ്റെയൊക്കെ കേസിൽ നമ്മൾ പവർ പറയുന്നത് ഈ
ഹോഴ്സ് പവറിലാണ്. ഇനി വൈദ്യുത ഉപകരണങ്ങളായ ബൾബ്, ഹീറ്റർ, ഫ്രിഡ്ജ് തുടങ്ങിയവ വാങ്ങുമ്പോൾ നാം വാട്ട് എന്ന യൂണിറ്റിനെ ഉപയോഗിക്കും. 100 വാട്ട് ബൾബ് 10 മണിക്കൂർ പ്രവർത്തിച്ചാൽ 1 കിലോ വാട്ട് ഊർജ്ജം ലഭിക്കും. 100 വാട്ട് ഇൻറ്റു 10 മണിക്കൂർ 1 വാട്ട് അവർ 1 കിലോ വാട്ട് അവർ എന്ന് കിട്ടും. 1 കിലോ വാട്ട് അവർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 3.6 ഇൻറ്റു 10⁻⁶ ജൂളാണ്. അതിനെ ജൂളിലേക്ക് കൺവേർട്ട്. ഈ കൺവേർഷൻസ് പഠിച്ചാൽ നമുക്ക് ന്യൂമറിക്കൽസ് പഠിക്കാൻ കുറച്ചുകൂടി ഈസി ആയിരിക്കും. അപ്പോൾ ഇത്രയാണ് നമുക്കിന്ന് വർക്ക് എനർജി ആൻഡ് പവർ എന്നുള്ള കോൺസെപ്റ്റിൽ പഠിക്കാനുള്ളത്. ഇതിലുള്ള ഇക്വേഷൻസും നമ്മൾ ഇതുവരെ പഠിച്ച ഇക്വേഷൻസും വെച്ചിട്ട് നമ്മളൊരു റിവിഷൻ കൂടെ ചെയ്യും. അതിനുശേഷം നമ്മൾ അടുത്ത ഭാഗം നോക്കാൻ വേണ്ടി തുടങ്ങും. അപ്പോൾ എല്ലാവരും ടൈം ടേബിൾ അനുസരിച്ച് പഠിക്കുന്നുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ പഠിക്കുന്നില്ലെങ്കിൽ ഇനിയെങ്കിലും ഒരു ടൈം ടേബിൾ അനുസരിച്ച് നിങ്ങൾ പഠിക്കാൻ വേണ്ടി തുടങ്ങുക. ഇനിയും പഠിക്കാൻ തുടങ്ങിയിട്ട് ഇല്ലാത്തവർ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാലും നമ്മളൊരു 15-day ടൈം ടേബിൾ കൂടെ ഇടുന്നുണ്ട്. കാരണം വർക്ക് ചെയ്യുന്ന ആൾക്കാരൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് അവരെ ഒരു എന്താ പറയുക ഒരു ടൈം ടേബിളിലേക്ക് അവരെ ചുരുക്കുക എന്നുള്ളത്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി നമ്മളൊരു ടൈം ടേബിളും കൂടെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ ടൈം ടേബിൾ പറ്റുമെങ്കിൽ നിങ്ങൾ നോക്കുക, ആ ടൈം ടേബിൾ അനുസരിച്ചും പഠിക്കുക. പിന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് തരിക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്ക് വീഡിയോസ് ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ ബെൽ ബട്ടൺ കൂടി എനാബിൾ ചെയ്യുക. അപ്പം ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. അപ്പോൾ ആ സമയത്ത് നിങ്ങൾക്ക് പെട്ടെന്ന് കണ്ടു പോകാൻ വേണ്ടി പറ്റും. കാരണം നമ്മൾ ഈ ക്ലാസ്സിൽ പറയുന്ന കോൺസെപ്റ്റ്സ് ആണ്. അപ്പം നിങ്ങൾക്ക് ജസ്റ്റ് ഒന്ന് കണ്ടാൽ തന്നെ അത് മനസ്സിലാവുന്ന രീതിയിലാണ് ഞാൻ സ്ലൈഡുകളൊക്കെ പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. നമ്മുടെ ടെക്സ്റ്റിലുള്ള കാര്യങ്ങൾ തന്നെയാണ് പറയുന്നത്. അപ്പോൾ പറയുമ്പോൾ കുറച്ചുകൂടി ഈസി ആക്കാൻ വേണ്ടി ഞാൻ ചില എക്സാമ്പിൾസ് ഒക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ വീഡിയോസ് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. എല്ലാവരും പഠനം തുടരുക.